ഡോക്ടർ പി സരൻ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ മണപ്പുള്ളിക്കാവ് ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിൽ അദ്ദേഹം വോട്ട് ചെയ്യുന്ന ബൂത്ത് നമ്പർ 88 നിന്ന് അതിന് പുറത്തു നിന്ന് അവിടെ യൂണിറ്റ് ഓൺ ആക്കുമ്പോൾ, അതായത് ആദ്യത്തെ 50 മോക്ക് പോൾ ചെയ്തപ്പോഴും VVPAT കൃത്യമായിരുന്നു, എല്ലാം ശരിയായിരുന്നു. അപ്പോൾ VVPATലെ ബാറ്ററി എറർ എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ VVPATന്റെ ബാറ്ററി എറർ എന്ന് കാണിച്ചപ്പോൾ ഉടനെ ഓഫീസർ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും ഞാൻ ജില്ലാ കളക്ടറെയും ബന്ധപ്പെടുകയുണ്ടായി. ഫോണിൽ ഉടനെ അവരെത്തി. ആദ്യം ബാറ്ററി മാറ്റി നോക്കി, എററാണെന്ന് കണ്ടപ്പോൾ നമ്മളും കൂടി ഒരു സജസ്റ്റ് ചെയ്തു പുതിയ യൂണിറ്റ് തന്നെ ഒന്ന് റീസെറ്റ് ചെയ്ത് വെച്ച് നോക്കാൻ. അപ്പോൾ പുതിയ യൂണിറ്റ്, അതായത് ഇവിടേക്ക് അസൈൻ ചെയ്ത VVPAT മെഷീൻ മാറ്റി പുതിയ VVPAT മെഷീൻ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എൻട്രികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ വോട്ട് 0 ആണ് എന്ന് ഡിസ്പ്ലേ യൂണിറ്റ് വീണ്ടും വന്നു. കാരണം വോട്ട് ചെയ്ത യൂണിറ്റ്, അവിടെയുള്ള കൺട്രോൾ യൂണിറ്റിൽ അത് 0 ആണ് എന്നുള്ളത് ഇവിടെ വീണ്ടും തെളിഞ്ഞു. VVPATൽ പുതിയ VVPAT പ്രകാരം വോട്ടിംഗ് അവിടെ പുനരാരംഭിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞേ വന്ന് ഇനി വോട്ട് ചെയ്യുന്നുള്ളൂ. കാരണം 150 ബൂത്തുകളിൽ എത്തണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു ഉച്ചയോടുകൂടി മാത്രമേ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. വോട്ടിംഗ് ആരംഭിച്ചു, വോട്ടിംഗ് പുനരാരംഭിച്ചു. 88ലെ വോട്ടിംഗ് പുനരാരംഭിച്ചു. വലിയ ക്യൂ ഉണ്ട്. ഞാൻ ക്യൂവിൽ 20ാമതായിരുന്നു. അപ്പോൾ ഇനിയും അരമണിക്കൂറിലേറെ ഞാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരവസരത്തിൽ തിരക്ക് കൊഴിയുന്നതിനനുസരിച്ച് ഇവിടെ നമ്മുടെ ഏജന്റുമാർ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു സമയം പറയും. അതൊരു അരമണിക്കൂർ മുൻപേ എങ്കിലും മാധ്യമപ്രവർത്തകരെ അറിയിച്ച ശേഷം മാത്രം വന്ന് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.